ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിന് ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഡെയിലി വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മടിക്കാതെ വീഡിയോക്ക് ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത അധ്യായത്തിലേക്ക് പോവാം. അധ്യായം 286. നീലിമ അശ്വിന്റെ കൈ കോർത്തു പിടിച്ച് നടപ്പാതയിലൂടെ നടന്നു. ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ദൂരെയായി സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ എന്തുകൊണ്ടോ സന്തോഷം നിറഞ്ഞു. അശ്വിനും അവനും നീലിമയും ഇതുപോലെ കൈകോർത്ത് നടക്കുന്ന ചിത്രം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അവൻ ഇപ്പോൾ മുന്നിൽ കാണുന്നതും അതേ ചിത്രം തന്നെയാണ്. പക്ഷേ ആ ചിത്രത്തിൽ ഇപ്പോൾ സിദ്ധാർത്ഥ് മാത്രം അപ്രത്യക്ഷനാണ്. നീലിമ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് നോക്കി. ആ വീട് അവൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. ആ ചിന്തയിൽ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കണ്ടുകൊണ്ടതിന് അശ്വിൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, കണ്ണിൽ എന്തോ പൊടി പോയതാണ് അച്ചു. കണ്ണു തുടച്ചുകൊണ്ടതിനെ അവൾ പറഞ്ഞു. അച്ചു, മോൻ അകത്തേക്ക് പോയിക്കോ, അമ്മ പോയിട്ട് പിന്നെ വരാം. നീലിമ ഈ വേർപിരയിൽ ഒരുപാട് സങ്കടമാണെങ്കിലും ഇപ്പോൾ അതല്ലാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അശ്വിൻ അവളുടെ കൈവിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. ഇവിടെ അധിക നേരം നിൽക്കുന്നത് പ്രശ്നമാണ്. സിദ്ധാർത്ഥെങ്ങാനും വന്നാലോ? അവൾ അങ്ങനെ ചിന്തിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി. നടപ്പാതയിലൂടെ നടന്നു നോക്കുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി. അശ്വിന്റെ കൂടെയായിരുന്നപ്പോൾ അവൾ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. അത് വെറും ഒരു തോന്നലല്ലെന്ന ചിന്ത അവളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. നീലിമ ചുറ്റും നോക്കി. പെട്ടെന്നാണ് അവൾക്ക് പരിചയമുള്ള ഒരു കാർ വേഗത്തിൽ അവളെ കടന്നുപോയത്. അത് സിദ്ധാർത്ഥിന്റെ കാറായിരുന്നു. സിദ്ധാർത്ഥ് ജോലി കഴിഞ്ഞു വരുന്നതായിരിക്കും എന്നവൾ ചിന്തിച്ചു. ഭാഗ്യം അവൻ കണ്ടില്ല എന്നിങ്ങനെ നീലിമ മനസ്സിൽ പറഞ്ഞെങ്കിലും അവൾക്കൊരു പേടി തോന്നി. അപ്പോഴാണ് മറ്റൊരു കാറിന്റെ ഹോൺ ഉച്ചത്തിൽ അവളുടെ അടുത്തേക്ക് മുഴങ്ങിയത്. പെട്ടെന്ന് തന്നെ അവളൊന്ന് ഞെട്ടി, പുറകിലേക്ക് ചാടി. ഒപ്പം ഹോൺ മുഴക്കിയ കാറിലേക്ക് പേടിയോടെ അവൾ നോക്കി. അതൊരു സാധാരണ കാറല്ലെന്നും സിദ്ധാർത്ഥിന്റെ വീട്ടിലെ കാറല്ലെന്നും അവൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഡോർ തുറന്ന് ഒരു വ്യക്തി പുറത്തേക്ക് വന്നു. ആ ആളെ കണ്ടതോടുകൂടി തന്നെ നീലിമ അമ്പരന്നു. സൂരജ്, നീയോ? നീലിമ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു. നീലിമ മാഡം, നിങ്ങൾ ഇവിടെ? ഞാൻ നിങ്ങളെ കുറെ തിരക്കിയിരുന്നു, അവൻ ആകാംക്ഷയോടെ പറഞ്ഞു. നീ എന്താ ഇവിടെ സൂരജ്? നീലിമ ഉടനെ മറു ചോദ്യം ചോദിച്ചു. ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, മാഡം എവിടെയായിരുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും പോവാൻ നിൽക്കുകയാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അവൻ പറഞ്ഞു. നീലിമ സിദ്ധാർത്ഥിന്റെ കാർ പോയ വഴിയിൽ നോക്കി. പിന്നെ പെട്ടെന്ന് തന്നെ അവന്റെ കാറിൽ കയറിയിരുന്നു. മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ കാർ മുന്നോട്ടെടുക്കുന്നതിൽ സൂരജ് ചോദിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത് സൂരജ്. കമ്പനിയിൽ നിന്നും പെട്ടെന്ന് പോകേണ്ടി വന്നു. അല്ലാതെ എനിക്ക് മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു, നീലിമ പറഞ്ഞു. എല്ലാത്തിനും കാരണം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളാണെന്ന് അവൾ പറഞ്ഞില്ല. ആണോ? കാണാതായപ്പോൾ എല്ലാവരും ഒരുപാട് വിഷമിച്ചു. ഞങ്ങൾ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല. ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? അല്പം ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. ഞാനിപ്പോ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സൂരജ്, നീ വിഷമിക്കേണ്ട, അവൾ മറുപടി പറഞ്ഞു. ഇവിടെ എന്താ പരിപാടി? സൂരജ് ആശങ്കയോടെ ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാ. സൂരജ്, നീ എന്നെ ഒന്ന് ഹോട്ടലിലാക്കാമോ പ്ലീസ്? അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അതിനെന്താ മാഡം, എന്താവശ്യമുണ്ടെങ്കിലും മാഡത്തിന് എന്നെ വിളിക്കാം, ഞാൻ അപ്പോൾ തന്നെ എത്തിക്കോളാം, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. നീലിമ അവന് ഹോട്ടൽ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. യാത്രക്കിടയിൽ അവർ സൂരജിന്റെ ജോലിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. നീലിമയുടെ അഭാവത്തിലും സൂരജ് തന്റെ ജോലി നന്നായിട്ട് ചെയ്തിരുന്നു. അതിൽ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. വൈകാതെ അവൻ ആ ഹോട്ടലിൽ എത്തിച്ചേർന്നു. പിന്നെ ഓഫീസിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റിയിട്ടും സംസാരിച്ചു. നേരം വൈകി തുടങ്ങിയപ്പോൾ സൂരജ് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. കാറ് കണ്ണിൽ നിന്നും മറഞ്ഞതും നീലിമ തിരികെ റൂമിലേക്ക് കയറി. ഇതേ സമയം നീലിമ സൂരജിന്റെ കാറിൽ കയറുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവനാകെ ഒരു അസ്വസ്ഥത തോന്നി. എന്നാൽ പ്രതികരിക്കാൻ പറ്റിയ സാഹചര്യമല്ലല്ലോ. അതുകൊണ്ട് മാത്രം അവൻ നിശബ്ദനായി. സിദ്ധാർത്ഥ് വീട്ടിലെത്തി നേരെ അശ്വിന്റെ റൂമിലേക്കാണ് പോയത്. അവൻ അപ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ അശ്വിനെ ശല്യപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. സ്നേഹത്തോടെ കുട്ടിയുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. ആ നിമിഷം അവനെ കാണാൻ തന്നെ പോലെ ഉണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി. ഇനി അശ്വിൻ ശരിക്കും എന്റെ മകൻ തന്നെയാണോ? സിദ്ധാർത്ഥിന് ഒരു സംശയം തോന്നി. എങ്കിലും അവൻ അപ്പോൾ ഗൗരവത്തോടെ എടുത്തില്ല. അശ്വിൻ നീലിമയുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മല്ലികാമയോട് അവനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കേണ്ടെന്ന് പറഞ്ഞേൽപ്പിച്ചു. ഇതേ സമയം നീലിമ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാനായി മുറിയിലേക്ക് മടങ്ങി. ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം വരുന്നില്ല. അശ്വിന്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ.
എന്തായിരിക്കും അവന് സംഭവിച്ചത്? ആരെങ്കിലും ഉപദ്രവിച്ചതായിരിക്കോ? അവനൊരു കൊച്ചു കുഞ്ഞല്ലേ. തനിയെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ആരോ കരുതി കൂട്ടി ചെയ്തത് തന്നെയായിരിക്കും ഇതൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നീലിമ അത് മനസ്സിൽ ഉറപ്പിച്ചു. അശ്വിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ താനും ഉത്തരവാദിയാണെന്ന് അവൾക്ക് തോന്നി. ഒപ്പം നൂറുകൂട്ടം ചിന്തകളിൽ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. തന്നോടും തന്റെ മകനോടും ആർക്കായിരിക്കും ഇത്രമാത്രം പക? അവൾ ചിന്തിച്ചു. അവളുടെ മനസ്സിലൂടെ പല മുഖങ്ങളും കടന്നുപോയി. സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും പോലും അവൾ ആ സമയത്ത് സംശയിച്ചു. പക്ഷേ അവർക്കാകെ വേണ്ടത് പണമാണ്. അങ്ങനെയുള്ളപ്പോൾ അശ്വിനെ ഉപദ്രവിച്ചാൽ അവർക്ക് അവരാവാൻ സാധ്യതയില്ല എന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഇതെല്ലാം സിദ്ധാർത്ഥുമായി ബന്ധപ്പെട്ടതാണ്. അശ്വിൻ സിദ്ധാർത്ഥിനെ മറന്നതും ചിലപ്പോൾ അവനെ ഉപദ്രവിച്ച വ്യക്തിയുടെ ആവശ്യമായിരിക്കുമോ? ആ ചിന്തയിൽ അവൾക്ക് പെട്ടെന്ന് ലാവണ്യെക്കുറിച്ചാണ് ഓർമ്മ വന്നത്. താനും അശ്വിനും ഇല്ലാതായാൽ അവൾക്ക് സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കാം. അതെ, ലാവണ്യ തന്നെയായിരിക്കും ഇതിനൊക്കെ പിന്നിൽ. ഇത്രയും ക്രൂരത ചെയ്യാൻ അവൾക്ക് തന്നെ കഴിയുള്ളൂ, നീലിമ സ്വയം പറഞ്ഞു. ഒപ്പം അവൾ തനിക്ക് സംഭവിച്ച ഓരോ അപകടത്തെപ്പറ്റിയും മനസ്സിലോർത്തു. അതിലൊന്നും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് പങ്കില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം ആലോചിച്ചപ്പോൾ അവളുടെ മനസ്സ് ലാവണ്യയിലേക്ക് മാത്രം വിരൽ ചൂണ്ടി. എല്ലാ ക്രൂരതക്കും പിന്നിൽ ആ ലാവണ്യ മാത്രാണ്, നീലിമ മനസ്സിൽ ഉറപ്പിച്ചു. അവളെ ഞാൻ വെറുതെ വിടില്ല. ലാവണ്യയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവളുടെ കയ്യിൽ നിന്ന് തന്നെ അതിനുള്ള തെളിവുകൾ ഞാൻ നേടിയെടുക്കും. അവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. ആ രാത്രിയിൽ നീലിമയ്ക്ക് ശരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് തീർത്തും അസ്വസ്ഥമായിരുന്നു. രാത്രിയുടെ പാതിയിൽ എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. പക്ഷേ ആ രാത്രിയിലും തന്റെ മുറിയിൽ ആരോ ഉണ്ടെന്ന തോന്നൽ അവൾക്ക് അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. എന്നിട്ടും സംശയത്തോടെ അവൾ കട്ടിനിടയിലും റൂമിലുമൊക്കെ നോക്കി. സംശയിക്കാൻ മാത്രമുള്ള ഒന്നും അവൾ കണ്ടില്ല. ചിലപ്പോൾ സിദ്ധുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ആ ഒരു ചിന്തയിൽ അവൾ നിശ്വസിച്ചു. എന്നിട്ട് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴാണ് നീലിമ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കിടക്കുന്നതിന് മുൻപ് താൻ ഊരിവെച്ച ചെരുപ്പുകൾ വെച്ചതിൽ നിന്നും അല്പം മാറിപ്പോയതുപോലെ അവൾക്ക് തോന്നി. പക്ഷേ കിടന്നതിന് ശേഷം താൻ എണീറ്റിരുന്നല്ലോ. പിന്നെ ഇതെങ്ങനെ? അവൾക്ക് ചെറിയൊരു പേടി തോന്നി. ഇനിയിപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ റൂമിലേക്ക് ആർക്കെങ്കിലും വരാൻ പറ്റുമോ? അവൾ ചിന്തിച്ചു. പക്ഷേ ഒരു കൃത്യമായ ഉത്തരം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇതെല്ലാം മനസ്സിന്റെ പ്രശ്നമാവുമെന്ന് അവൾ ഭയന്നു. അശ്വിന്റെ കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ആ ഒരു ചിന്തയിൽ അവൾ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു. പിന്നെ ഫ്രഷ് ആയി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ രമ മധ്യവയസ്കയായ ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ പ്രായത്തിന്റെ മാറ്റങ്ങളൊന്നും അവരിലില്ല. അവൾ ഡോക്ടറോട് അനുവാദം വാങ്ങി അകത്തേക്ക് കയറി. നീലിമ അവർക്ക് എതിരായി വന്നിരുന്നു. ഡോക്ടർ, പ്ലീസ് കോൾ മീ രമ, എനിക്കതാണ് ഇഷ്ടം, ഡോക്ടർ ചെറു പുഞ്ചിരിയോടുകൂടെ നീലിമയോട് പറഞ്ഞു. നീലിമയ്ക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നി. തന്നേക്കാൾ മുതിർന്നൊരു വ്യക്തിയെ എങ്ങനെ പേരെടുത്ത് വിളിക്കും? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമ പറഞ്ഞു, ഞാൻ ആന്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കാം. നീലിമ മടിയോടെ പറഞ്ഞതും കേട്ട് ഡോക്ടർ സൗഹൃദ ഭാവത്തിലൊന്ന് തലയാട്ടി. ഓക്കെ ആന്റി, എൻ്റെ പേര് നീലിമ. എനിക്ക് ഓർമ്മക്കുറവിനെ കുറിച്ചാണ് അറിയേണ്ടത്. എൻ്റെ മകൻ അശ്വിൻ 5 വയസ്സാണ്. അവൻ ഈ ഇടയായിട്ട് നടന്ന കാര്യങ്ങൾ മറന്നുപോയി. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അവൻ്റെ കാര്യമോർത്ത് ഞാൻ വല്ലാത്ത സങ്കടത്തിലാണ്, നീലിമ സങ്കടത്തോടെ പറഞ്ഞു. ആ കുട്ടിയുടെ കാര്യങ്ങൾ വിശദമായി പറയൂ നീലിമ, ലാപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നതിനിടയിൽ അവൾ പറഞ്ഞു. നീലിമ തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിശദമായി ഡോക്ടറെ പറഞ്ഞു കേൾപ്പിച്ചു. ആന്റി, അവൻ അങ്ങനെ വരാൻ എന്തായിരിക്കും കാരണം? വല്ല അപകടം സംഭവിച്ചതായിരിക്കോ? പക്ഷേ അപകടം സംഭവിച്ചതിന്റെ മുറിവുകളൊന്നും തന്നെ അവന്റെ ശരീരത്തിലില്ല. അവന് ഇനി ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടില്ലേ? അവൾ ആശങ്കയോടെ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ഒരു നിമിഷം ചിന്തയോടെയിരുന്നു. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നീലിമ. സംതിങ് സ്പെഷ്യൽ. ഞാൻ വിദേശത്തായിരുന്നപ്പോൾ സമാനമായ ഒരു കേസ് കണ്ടിരുന്നു. അതിന് കാരണം ഒരു ഡ്രഗ്സ് ആയിരുന്നു. ഇത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് കുറച്ച് നാളത്തെ ഓർമ്മകൾ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ പൂർണ്ണമായും. ചില ആളുകളിൽ നമ്മുടെ ഓർമ്മ ഒരിക്കലും തിരിച്ചു കിട്ടാതെ വരാം. ഈ മെഡിസിൻ ശരിക്കും നിരോധിച്ചതാണ്. സത്യത്തിൽ ഇതൊരു പോയ്സണാണ്, ഡോക്ടർ വിശദീകരിച്ചു. പോയ്സണോ? നീലിമ കരഞ്ഞുപോയി. അതിനർത്ഥം അശ്വിനെ ആരെങ്കിലും ആ മരുന്ന് കൊടുത്ത് കൊല്ലാൻ നോക്കിയതായിരിക്കുമെന്നാണോ? വിറക്കുന്ന സ്വരത്തോടെ നീലിമ ചോദിച്ചു. അങ്ങനെയും സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ പുറത്തു പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആ കുട്ടി കണ്ടു കാണും. ഇതൊക്കെ നമ്മുടെ തോന്നലുകളാവാം. എനിക്ക് ആ കുട്ടിയെ നേരിട്ടൊന്ന് പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കിട്ടുകയുള്ളൂ, ഡോക്ടർ പറഞ്ഞു. ആന്റി, അശ്വിൻ ആ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുമരുന്നുണ്ടാവില്ലേ? നീലിമ പരിഭ്രമത്തോടെ ചോദിച്ചു. അവൻ ആ മരുന്ന് കഴിച്ചു എന്ന് സംശയിക്കുന്നുവെങ്കിൽ അത് അവന് അപകടമാണ്.
ഇതിനൊരിക്കലും ഒരു മറുമരുന്നില്ല. അത്രയും അപകടമുള്ള മരുന്നാണത്. ഇതിന്റെ ചികിത്സയെക്കുറിച്ച് പോലും ഞാൻ കേട്ടിട്ടില്ല. ഡോക്ടർ ജാഗ്രതയോടെ പറഞ്ഞു. അത് കേട്ട് നീലിമയുടെ ഹൃദയം തകർന്നു. ആന്റി, ഞാൻ മോനെ ഇവിടേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് എൻ്റെ മകനെ ഓർമ്മകളെ തിരിച്ചു തരാൻ പറ്റുമോ? അതിന് എത്ര ചിലവായാലും ഞാൻ തരാം. അവനെ എനിക്ക് പൂർണ്ണമായും ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടുമോ? വേദനയോടെ അവൾ അപേക്ഷിച്ചു. ആ അമ്മയുടെ വേദന കണ്ട് ഡോക്ടർക്കും നല്ല വിഷമം തോന്നി. താൻ ഇങ്ങനെ വിഷമിക്കാതിരിക്ക്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയൊന്നും ആവണമെന്നില്ല കാര്യങ്ങൾ. ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ സംഭവം കുട്ടിയുടെ ശരീരത്തെയും ഭാവിയുള്ള ബുദ്ധി വികാസത്തെയും ബാധിക്കില്ല. അവൻ ചില കാര്യങ്ങൾ മറന്നുപോകും, അത്രയേ ഉള്ളൂ. ഏതായാലും നമുക്ക് നോക്കാലോ. അവനെ നമുക്ക് പഴയ പോലെ ആക്കിയെടുക്കാം. ഡോക്ടർ അവൾക്ക് ആത്മവിശ്വാസം നൽകി. താങ്ക് യു ഡോക്ടർ, നീലിമ പറഞ്ഞു. ഒപ്പം ഒരല്പസമയം അവർ കണ്ണടച്ചിരുന്നു. ആന്റി, ഇനി ഞാൻ എൻ്റെ പ്രശ്നം പറയട്ടെ. ഈയിടെ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അരികിൽ ആരോ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നും. പക്ഷേ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അടുത്തറിയാവുന്ന ഒരാളുടെ സ്മെല്ല് വരെ എനിക്കവിടെ ഫീൽ ചെയ്യാറുണ്ട്. അതിനി ഒരു പക്ഷേ എൻ്റെ വെറും ഒരു തോന്നലായിരിക്കുമോ? നീലിമ ആശങ്കയോടെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഡോക്ടർ ഒന്നും പറയാതെ നിശബ്ദയായി. ആന്റി എന്താ ഒന്നും പറയാത്തത്? നീലിമ പരവേശത്തോടെ ചോദിച്ചു. ഇതിനെക്കുറിച്ച് തനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നിസാരമാണെന്ന് കരുതിയ പല കാര്യങ്ങൾ പോലും രോഗനിർണയത്തെയും ചികിത്സയെയും ബാധിക്കും. രമ പറഞ്ഞു. ആന്റി, ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ റൂമിലിട്ടിരിക്കുന്ന ചെരുപ്പ് ഞാൻ വെച്ചതിൽ നിന്നും അല്പം മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ? പക്ഷേ അതൊരു തോന്നൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള ആലോചനകൾ കൊണ്ടാണോ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം നിറഞ്ഞു. എനിക്ക് ഈ അവസ്ഥയിൽ നിന്നും മാറാൻ കഴിയില്ലേ? എനിക്ക് ആകെ കൂടെ ഭ്രാന്ത് പിടിക്കുന്നു ആന്റി. പ്ലീസ് ഹെൽപ്പ് മീ. അവൾ അങ്ങനെ പറഞ്ഞു. രമ അവൾക്ക് മുന്നിലിരുന്ന് ചിരിച്ചു. ആന്റി എന്തായി ചിരിക്കുന്നത്? അവൾ അനിഷ്ടത്തോടെ ചോദിച്ചു. സോറി നീലിമ, നിങ്ങളുടെ പ്രശ്നം കേട്ടിട്ട് നല്ല രസമായിട്ട് തോന്നും. എന്തായാലും തനിക്ക് പ്രത്യേകിച്ച് ഒരു അസുഖമില്ല. എല്ലാം തൻ്റെ വെറും തോന്നൽ മാത്രമാണ്. ഒരു പക്ഷേ ഓവർ സ്ട്രെസ് ആയിരിക്കും ഇതിനെല്ലാം കാരണം, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ശരിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നീലിമ ഉറപ്പിക്കുന്നത് പോലെ ചോദിച്ചു. ഇല്ലടോ, താനിപ്പോ എന്നെ കാണാൻ വന്നത് തന്നെ എൻ്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടല്ലേ. അപ്പോൾ തനിക്ക് ഞാൻ പറയുന്നതും വിശ്വസിക്കാം, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. നീലിമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൾ നന്ദി പറഞ്ഞ് ഡോക്ടറുടെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. അതൊരിക്കലും ഡോക്ടറോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടൊന്നുമല്ല. എവിടെയോ എന്തോ ശരിയല്ലെന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതേ സമയത്ത് തന്നെ മാധവീയത്തിൽ വാസുദേവനും അഞ്ജലിയും സത്യഭാമയും ചർച്ചയിലായിരുന്നു. അവരുടെ ബിസിനസ് ഇപ്പോൾ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. മാസങ്ങൾക്ക് മുൻപ് നീലിമയെ ഭൈരവിന്റെ ക്ലബിന് വിറ്റതാണല്ലോ. അന്ന് വാസുദേവന് നല്ലൊരു തുക ഭൈരവിൽ നിന്നും കിട്ടിയിരുന്നു. ആ പണം കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ പ്രശ്നം തന്നെയാണ് മാധവീയ കുടുംബത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അഞ്ജലിയുടെയും ആദിയുടെയും വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം നടക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബം നടുറോട്ടിൽ ഇറങ്ങേണ്ടി വരും. എനിക്ക് നിങ്ങളിൽ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. ഇത്തവണ ശരിക്കും നമ്മൾ പെട്ടിരിക്കുകയാണ്. വാസുദേവൻ സത്യഭാമയുടെ പരാതികൾ ക്ഷമയോടെ കേട്ടിരുന്നു. അയാൾക്ക് ദേഷ്യം വന്നെങ്കിലും അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല. സ്വയം കുറ്റപ്പെടുത്തുകയല്ലാതെ വേറൊന്നും അയാൾക്ക് ചെയ്യാനില്ലായിരുന്നു. ഇപ്പോഴത്തെ പ്രായം അയാളെ അങ്ങനെയാക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബിസിനസ് പ്രോജക്റ്റുകൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് വല്ലാത്ത എതിർപ്പുണ്ട്. നമ്മുടെ പ്രോജക്റ്റുകൾ ഓരോന്നോരോന്നായി പരാജയപ്പെടുന്നു. വാസുദേവൻ പറഞ്ഞു. ആരായിരിക്കും അച്ഛാ നമ്മുടെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നത്? ആരെങ്കിലും അച്ഛന് സംശയമുണ്ടോ? അഞ്ജലി ദേഷ്യത്തോടെ ചോദിച്ചു. നമ്മുടെ ശത്രു വിശ്വ ഗ്രൂപ്പ് CEO സിദ്ധാർത്ഥാണെന്ന് തോന്നുന്നു. അയാളായിരിക്കും ഇതിനെല്ലാത്തിനും പിന്നിൽ, വാസുദേവൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. അതെ അച്ഛാ, ഇതിന് പിന്നിൽ അവൻ തന്നെയായിരിക്കും. കൂട്ടത്തിൽ അവളും ഉണ്ടായിരിക്കും, ആ നീലിമ. അന്ന് ഇവിടെ വന്ന് ആ ഡോക്യുമെന്റ് എടുത്തു കൊണ്ടുപോയ ശേഷം അവന് നമ്മളോട് നല്ല പകയാണ്. നമ്മളെ തകർക്കാൻ അവനും അവളും എന്തും ചെയ്യും, അഞ്ജലി പകയോടെ പറഞ്ഞു. വാസുദേവനും ദേഷ്യം തോന്നി. സ്വന്തം മകൾ തന്നെ അച്ഛന് തകർച്ചയ്ക്ക് കാരണമാകുന്നു. അല്ല, അവൾ എൻ്റെ മകളല്ല, അയാൾ വെറുപ്പോടെ പറഞ്ഞു. നീലിമ നല്ലവളാണോ? ഞാൻ അത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അവൾ അന്ന് ഭൈരവിന്റെ ക്ലബിന് വിറ്റതുപോലും നമ്മുടെ കുടുംബത്തെ ദോഷകരമായി ബാധിച്ചത് കണ്ടില്ലേ? അതെങ്ങനെയാ? അമ്മ നന്നാവണ്ടേ, മകളും നന്നാവും. പെൺമക്കൾ അവരുടെ അമ്മമാരെ പോലെയാ, സത്യഭാമ പുച്ഛത്തോടെ പറഞ്ഞു. ആ പറഞ്ഞത് വാസുദേവന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ഭാമ, അതായത് നീലിമയുടെ അമ്മ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീ എന്തിനാ അവളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? മരിച്ചു പോയവരോടെങ്കിലും കുറച്ച് ബഹുമാനം കാണിക്ക്, വാസുദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. മരിച്ചുപോയ തന്റെ ഭാര്യയെക്കുറിച്ച് സത്യഭാമ വളരെ മോശ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അയാൾക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല.
എവിടേക്കോ അയാൾ എന്നും തന്റെ ആദ്യ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്നുണ്ടായിരുന്നു. വാസുദേവൻ അങ്ങനെ സത്യഭാമയോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.